കുരിശുമലയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു, കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. അവിടെ ആ ഉച്ച സമയത്ത് എത്ര പേര് വന്നാലും അവർക്കുള്ള ഭക്ഷണം വിളമ്പാനായിട്ട് സന്തോഷവും സ്നേഹവും ഉള്ളതാണ് അവിടുത്തെ സന്യാസികൾ. ഒരു വല്ലാത്തൊരു സ്ഥലമാണ് കുരിശുമല എന്നുള്ളത്. ഇത്തിരി താല്പര്യമുള്ളവരാണെങ്കിലും ഒക്കെ അവിടെ പോയാൽ നല്ലതാണ്. വാഗമണിലെ ഫ്രാൻസിസ് ആചാര്യ സ്ഥാപിച്ച ആശ്രമം. അപ്പം തൊട്ട് മുമ്പായിട്ടൊരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണിയെടുത്തിട്ട് അത്ര പേർക്കുള്ള പിഞ്ഞാണങ്ങളിൽ അത്ര പേർക്കുള്ള പാത്രങ്ങളിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോഴേക്കും, ഭക്ഷണത്തിനുള്ള പ്രാർത്ഥന കഴിയുമ്പോഴേക്കും തന്നെ അവിടുത്തെ ഏതെങ്കിലും ഒരു സന്യാസി ഒരു പാത്രമായിട്ട് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. കാരണം ഈ വിളമ്പി വെച്ചതിനകത്ത് നിങ്ങൾക്ക് കൂടുതലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ പാത്രത്തിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ചെറിയൊരു കാര്യമാണെന്ന് തോന്നിയെങ്കിൽ ഞാൻ വിചാരിക്കും നമ്മുടെ കാലത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒരു പിടി ചോറ് ഇങ്ങനെ കളയാനായിട്ട്, അല്ലെങ്കിൽ ഒരു മണി ചോറ് കളയാനായിട്ട് അവരാഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഓരോരുത്തരും ആവശ്യമുള്ളത് മാത്രം എടുക്കുക. എന്തിനകത്ത് ഒരാൾക്ക് എന്തുമാത്രം വസ്ത്രങ്ങൾ വേണം, ഒരാൾക്ക് എന്തുമാത്രം കൂട്ടുകാർ വേണം, ഒരാൾക്ക് എന്തുമാത്രം യാത്രകൾ ചെയ്യണം, ഒരാൾ എന്തുമാത്രം ചലച്ചിത്രം ഒരാഴ്ച കാണണം, അല്ലെങ്കിൽ ഒരു മാസം കാണണം. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ ജീവിക്കാനുള്ള പ്രേരണയൊക്കെ വരുന്ന പഴയ നിയമത്തിലെ ഏറ്റവും ഭംഗിയായ പാഠമാണ് ഈ മന്ന എന്ന് പറയുന്ന പാഠം. ഇങ്ങനെ ശേഖരിക്കുന്നതാണ് പറയുന്നത്. ഒരു ദിവസത്തേക്കുള്ള എടുക്കാനാണ് പറയുന്നത്. ചിലർക്ക് പേടിയാ, നാളത്തേക്ക് ഈ മന്ന വീഴ്ത്ത് അവസാനിച്ചാൽ എന്നാ ചെയ്യും? ഈ വാഗ്ദത്ത ജനത തങ്ങളുടെ കാനാൻ ദേശത്ത് എത്തുവോളം ഇത് ഈ പറയുന്ന മന്ന വീണോണ്ടിരുന്നാണ് പറയുന്നത്. പക്ഷെ ചില സമയത്ത് നമുക്കിങ്ങനെ ദൈവത്തിന്റെ പരിപാലനയിലൊന്നും കാര്യമായ വിശ്വാസമൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ചില മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട്, പിറ്റേന്നത്തേക്ക് കൂടി കാര്യങ്ങൾ ശേഖരിച്ചു വെച്ച് കഴിയുമ്പോൾ വേദപുസ്തകം പറയുന്നുണ്ട്, കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ, കുറച്ച് ശേഖരിക്ക് കുറവോ കണ്ടില്ല. കൂടുതൽ ശേഖരിച്ചവരുടെ ആ ശേഖരിച്ചു വെച്ച കാര്യങ്ങൾ പുഴുത്തു പോയെന്ന് വേണ്ടത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവനവൻ ആവശ്യമുള്ളത് മാത്രം എടുക്കുക.